സെന്റ് ജോർജിന്റെ ക്രിസ്മസ് അത്ഭുതം. മലഞ്ചെരിവിലുള്ള ഗ്രാമത്തിലെ ഒരു ക്രിസ്മസ് രാത്രി. പല ദിവസങ്ങളായി പെയ്ത മഞ്ഞ് കാരണം എല്ലാ വഴികളും അടഞ്ഞു. ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മറ്റൊരു ഗ്രാമത്തിലെ രോഗിയെ സന്ദർശിക്കാൻ പോയിരുന്ന വൈദികന് മടങ്ങി വന്ന് ക്രിസ്മസ് പാതിരാ കുർബാന ചെല്ലാൻ കഴിയില്ലെന്ന് ഗ്രാമവാസികൾ ഭയപ്പെട്ടു. ആളുകൾ കല്ലുകൊണ്ടുണ്ടാക്കിയ ആ പള്ളിയിൽ ഒരുമിച്ചുകൂടി. മെഴുകുതിരികൾ മിന്നുന്ന ചെറിയ നക്ഷത്രങ്ങളെ പോലെ പ്രതീക്ഷയോടെ തെളിഞ്ഞു നിന്നു. ക്രിസ്മസ് രാത്രിയിലെ കുർബാനയ്ക്ക് വേണ്ടിയും ഉണ്ണീശോയുടെ പിറവിക്ക് വേണ്ടിയും അവർ ശാന്തമായി പ്രാർത്ഥിച്ചു. പുറത്ത് കാറ്റ് കൂടുതൽ ശക്തമായി. വനത്തിലെ ചെന്നായ്ക്കൾ ഓരിയിട്ടു. ഗ്രാമവാസികൾ ഭീതിയിലായി. അവരിൽ ഒരു വയോധിക സൈനികനുണ്ടായിരുന്നു. ഒരിക്കൽ വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥാടനം ചെയ്തിരുന്ന അദ്ദേഹം രക്തസാക്ഷിയായ സെന്റ് ജോർജിനോട് ഭക്തിയുള്ളവനായിരുന്നു. അവൻ പള്ളിക്ക് പുറത്തേക്ക് ചെന്ന് മുട്ടുകുത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു: ക്രിസ്തുവിന്റെ വീരയോദ്ധാവേ, ഞങ്ങളുടെ വൈദികൻ സുരക്ഷിതമായി മടങ്ങി വരാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് രാജാവായി പിറന്ന ഉണ്ണീശോയെ വരവേൽക്കാൻ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ആ മഞ്ഞ് വീഴ്ചയിൽ വളരെ ദൂരത്തായി ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ആ പ്രകാശം ഗ്രാമത്തിലേക്ക് അടുക്കുന്നതായി അവർ മനസ്സിലാക്കി. ആളുകൾ വിസ്മയത്തോടെ നോക്കി നിൽക്കുമ്പോൾ ക്ഷീണിച്ച കുതിരയെ നയിച്ചുകൊണ്ട് ശക്തനും ധീരനുമായ ഒരു സഞ്ചാരി അവന്റെ അരികു ചേർന്ന് വൈദികൻ. ആ സഞ്ചാരി വൈദികന്റെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പള്ളിക്കുള്ളിലെത്തിയ വൈദികൻ തന്നെ സുരക്ഷിതനായി എത്തിച്ച അപരിചിതനോട് സ്നേഹത്തിന്റെ കണ്ണീരോടെ നന്ദി പറയാനായി തിരിഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ആ അപരിചിതൻ അപ്രത്യക്ഷനായിരുന്നു. മണ്ണിൽ അവന്റെ കാൽപ്പാടുകൾ ഒന്നുപോലും അവശേഷിപ്പിക്കാതെ. ആ വയോധിക സൈനികൻ മുട്ടുകുത്തി ഇപ്രകാരം പറഞ്ഞു: വിശുദ്ധനായ ജോർജെ, നിനക്ക് നന്ദി. ആ രാത്രിയിൽ അവർ വളരെ സന്തോഷത്തോടെ പാതിരാ കുർബാന ആഘോഷിച്ചു. ക്രിസ്തുവിന്റെ വെളിച്ചം ഗ്രാമത്തിൽ തെളിയിച്ചുകൊണ്ട് വൈദികനെ നയിച്ചത് സെന്റ് ജോർജ് ആയിരുന്നുവെന്ന് ആ ഗ്രാമവാസികൾ വിശ്വസിച്ചു. പ്രിയ കുട്ടികളെ, ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ സഹായം പലപ്പോഴും അപ്രതീക്ഷിത വഴികളിലൂടെ വരുന്നു. ജീവിതത്തിലെ വേദനയേറിയ മഞ്ഞ് വീഴ്ചകളിലും ഭയങ്ങളിലും നമ്മെ നയിക്കാൻ നല്ല പ്രചോദനങ്ങളും നമുക്ക് അപരിചിതരായവരെയും വിശുദ്ധരെയും ദൈവം അയക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നാണ് ക്രിസ്തുവിന്റെ ജനനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹപൂർവം, ഫാദർ പോൾ മൊറേലി.